അരിയിൽ ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: അരി 1 കപ്പ്, അര കപ്പ് ഉഴുന്ന്, 1 സ്പൂൺ കുരുമുളക്, 1.5 സ്പൂൺ കടലപ്പരിപ്പ്, 1 സ്പൂൺ എള്ള്, 1 സ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ്, വറ്റൽമുളക് ആവശ്യത്തിന് എരിവിന്, കറിവേപ്പില, അല്പം കായപ്പൊടി. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏതരി വേണേലും എടുക്കാം. ഞാനിവിടെ കുത്തരിയാണ് എടുത്തിരിക്കുന്നത്. അരി നന്നായി വറുത്തെടുക്കാം. ഉഴുന്ന് ചെറിയ തീയിലാണ് നമ്മൾ വറുക്കുന്നത്. കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉഴുന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു മണം വന്നു തുടങ്ങി. ഇനി നമുക്കിതൊരു പരന്ന പാത്രത്തിലേക്ക് തണുക്കാൻ വേണ്ടി വെക്കണം. അരിത ഓരോ അറ്റത്തുനിന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. കൈവിടാതെ ഇളക്കണം, കരിഞ്ഞു പോകരുത്. കടലപ്പരിപ്പ് മൂത്തിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് എടുക്കാം. നമ്മുടെ അരി ആയിട്ടുണ്ട്. നമുക്കത് തണുക്കാനായിട്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് വെക്കാം. ചൂടാറിയ ശേഷം വേണം ഇത് പൊടിച്ചെടുക്കാം. കുരുമുളക്, ജസ്റ്റ് ചൂടായാൽ മതി. കുരുമുളകായിട്ടുണ്ട്. നമുക്കത് തണുക്കാനായിട്ട് പാടില്ല. വറ്റൽമുളക് വറുക്കാം. അതും ചെറിയ തീയിലിട്ടാണ് വറുക്കുന്നത്. മുളക് കരിഞ്ഞിട്ട് മുളകായിട്ടുണ്ട്. നമുക്കതും തണുക്കാനായിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കരിവേപ്പില ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയാൽ മതി. പച്ച ഒന്ന് മാറിയാൽ മതി. കരിവേപ്പില റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കതും തണുക്കാൻ മാറ്റി വയ്ക്കാം. ഇതായിട്ട് എള്ളാണ്. എള്ള് വറുത്തെടുക്കുക. കറുത്ത എള്ളാണ് ചേർക്കുന്നത്. എള്ള് റെഡി ആയിട്ടുണ്ട്. എള്ളു മാറ്റി. ഇനി ജീരകം, ജീരകം പൊട്ടി വന്നിട്ടുണ്ട്. നിർത്താം. അത് നമുക്ക് തണുക്കാനായിട്ട് അരിയിൽ നമ്മുടെ ഇഡ്ഡലിപ്പൊടി റെഡി ആയിട്ടുണ്ട്. നന്നായി ആറിയ ശേഷം ഏതെങ്കിലും എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കാം.